ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ അല്ലേ. ടീച്ചേഴ്സ് ഡേക്ക് ഇവക്കുട്ടി ടീച്ചർക്ക് ഒരു കാർഡും ഒരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. ഈ ചോക്ലേറ്റാ എന്തിനാ ബസ് ആൻഡി എന്തിനാ തന്നെ തോടി തോടി പറഞ്ഞില്ല. ഞാൻ ഇതിന്റെ ഫ്രണ്ട് അല്ലേ, അപ്പൊ കൊടുക്കണ്ടേ ചോദിച്ചാലേ. എന്തിനാ ബസ് ആൻഡി എന്തിനാ തന്നെ Hello guys, welcome to my name is Seva. ഇന്ന് നാളെ ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാ ടീച്ചർക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇന്ന് നാളാക്കാൻ വേണ്ടി ടീച്ചർക്ക് തന്നെ കിട്ടും. എൻ്റെ ബർത്ത്ഡേ കപ്പ്. ടീച്ചറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം പോലെ കുട്ടിക്ക്. എന്ത് ഗിഫ്റ്റാ? അത് ബർത്ത്ഡേ പോയി പാർട്ടി ഉണ്ടോ? പാർട്ടി ഉണ്ടോ? അപ്പോൾ ഗിഫ്റ്റ് ആയി കൊടുക്കാനാ, കാർഡ് ആയി കൊടുക്കാനാ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ആക്കാൻ പോന്നെ? 8 വയസ്സ്. അത് പറ്റൂല. അതെയാ, നാളെ മാമിന് കൊടുക്കണ്ടേ? അതെയോ? ഓക്കെ, എന്താ ആക്കാൻ പോന്നെ? കൊറേ വീഡിയോ എല്ലാം നോക്കി. ആദ്യം കളർ ചെയ്യല്ലേ വേണ്ടേ? ഓക്കെ, ചെയ്ത് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി. എന്ത് കളറാ കൊടുക്കുന്നേ? റെയിൻബോ കളറാ? റെയിൻബോ കളറല്ലേ കൊടുക്കുന്നേ? കുറച്ച് ദിവസമായിട്ട് ഇവക്കിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സിന് എന്താ ഗിഫ്റ്റ് കൊടുക്കുക, എന്ത് കാർഡാണ് കൊടുക്കേണ്ടതെന്ന് അവർക്ക് ഇങ്ങനെ കുറേ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ പകുതി എഴുതി കഴിയുമ്പോൾ മതി, ഇനി അമ്മ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് തരും കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇതുപോലെ റെയിൻബോ കളേഴ്സൊക്കെ കൊടുത്തിട്ട് പകുതി ആ ഒരു ഫ്രണ്ടിലത്തെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നും യു ആർ മൈ ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു കാർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ആക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓയിൽ പേസ്റ്റലിൻ്റെ കളറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അത് പകുതി ആകുമ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് ഞാൻ തന്നെയാണ് കേട്ടോ. അവൾ കുറച്ചൊക്കെ ചെയ്യും, ബാക്കിയുള്ളത് അമ്മ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തരിക ചെയ്യാം. കുറച്ചൊക്കെ അവൾ കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ പകുതി ആകുമ്പോൾ തന്നെ എനിക്ക് തരും. അപ്പോൾ കുറച്ചൊക്കെ ഇവക്കുട്ടി ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും ഓയിൽ പേസ്റ്റിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അമ്മ ചെയ്തതാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കൈ വേദന എടുക്കും കേട്ടോ. അവൾക്ക് കുറേ ടൈം ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ കൈ വേദന എടുക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ആയിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവക്കിട്ട് ഇതാ വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മയാന്ന് ആക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്കാൻ പറ്റില്ല, പകുതി ആവുമ്പോൾ തന്നെ അമ്മേ ആക്കിട്ടോ, അമ്മേ ആക്കിട്ടോ. പിന്നെ അല്ലാണ്ട് ഇനി ബാക്കി ഫുള്ള് ഞാനാക്കണം. രണ്ടെണ്ണ ആക്കി തരുവേ. അങ്ങനെ കളറൊക്കെ ചെയ്ത് ദൈവക്കുട്ടീനോട് തന്നെ ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ച് കട്ട് ചെയ്താൽ മതി, ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ, യു ആർ മൈ ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ പറഞ്ഞാന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ എനിക്ക് വേണം, സ്പെല്ലിങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഇനി ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചേ. ഇവക്കിട്ടേക്ക് ടീച്ചേഴ്സ് ഡേക്ക് കൊടുക്കാനുള്ള കാർഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കപ്പൊക്കെ എടുത്തിട്ട് അതിൽ കുറേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവക്കിട്ടീൻ്റെ കിൻഡർ ജോയിൻ്റെ കുറേ ടോയ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഇതുപോലൊരു ചെറിയൊരു ഗിഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവക്കിട്ടി നാളെ ടീച്ചേഴ്സ് ഡേക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇതാ രാവിലെ ആയപ്പോൾ ഇവക്കിട്ടി ഇവിടുന്ന് കുറച്ച് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് റൈംസൊക്കെ പഠിച്ചിട്ട് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പാടി തരുന്നുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വന്നപ്പോഴേ പഠിച്ചു വെച്ചതാണ് കേട്ടോ അതൊക്കെ. പാട്ട് പഠിച്ചാ? ട്രീൻ്റെ പാട്ട് ഒന്ന് പാടിത്തരും നമുക്ക്. ഡോങ്കിയും വരുന്നുണ്ട് അങ്ങനെ. പാട്ട് പാടിത്തന്നേ നോക്കട്ടെ.
wind goes right or wind goes left. I keep my brain to storm all with my mind. I am a tree and stand so tall. I have green branches and little and small. We gonna build build eyes. eyes. A bird makes a nest. I keep my branches down all with my best. I am a tree and stand so tall. I have green branches and little and small. Rain makes me strong and snow makes me bright. കുറേ ആയല്ലോ ഇവക്കിട്ട് ഇങ്ങനെ ഡോങ്കി വരുന്ന കണ്ടിച്ചല്ലേ? രാവിലെ കാണാനില്ലല്ലോ. അതെയാ? കേട്ടോ, പാട്ടും പാടി കൊടുക്കണേ, തെറ്റിപ്പോവാൻ പാടില്ല കേട്ടോ. ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. ടീച്ചേഴ്സ് ഡേൻ്റെ സെലിബ്രേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാരൻസിനൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവക്കിട്ട് ഇത് താഴെ ഡോങ്കീനെയൊക്കെ കണ്ടുകൊണ്ട് കുറേ ദിവസമായി കേട്ടോ ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. രാവിലെ ഒന്നും വരുന്നതൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ട് ഇവക്കിട്ട് കുറച്ചുകൂടെ നേരത്തെ ബസ് വരുന്നതിനേക്കാളും നേരത്തെ തന്നെ താഴെ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ടൈം കളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.